സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരിനാമകീർത്തനം 37-ാമത്തെ ശ്ലോകം. ജന്തുക്കളുള്ളിൽ വിലസിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം തന്തൗ മണിപ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തു ജാതമിഹ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഭഗവാൻ സർവന്തര്യാമിയാണ്. പഞ്ചഭൂതങ്ങൾ ചേർന്നുണ്ടാവുന്ന ജഡമായ വസ്തുവിനുള്ളിൽ ചൈതന്യം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിന് ജീവനുണ്ടാവുന്നത്. ഒരേ വസ്തു പല രൂപത്തിലും പല ഭാവത്തിലും പല വർണ്ണത്തിലും പല സ്വഭാവത്തിലും കാണപ്പെടുന്നു. ഇതിനുള്ളിലെ ചൈതന്യം തന്നെ ഇവയെ കൊണ്ടെല്ലാം താന്താങ്ങളുടെ പ്രവൃത്തിയെ ചെയ്യിക്കുന്നു. കർമ്മങ്ങളെല്ലാം തീർന്നാൽ ഒരു ജീവന്റെ ഉള്ളിൽ നിന്ന് ഈശ്വര ചൈതന്യം പോയി വീണ്ടും ജഡമായി അത് പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിക്കുന്നു. ഇങ്ങനെയുള്ള ജനന മരണചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഭഗവാന്റെ നിർമ്മിതമായ പഞ്ചഭൂതാത്മക വസ്തുക്കളായ ഓരോന്നും ചൈതന്യമായ ഒരു നൂലിൽ കോർത്ത പല നിറത്തിലും പല വലിപ്പത്തിലും ഉള്ള മുത്തുകളെ പോലെയാണ് ശോഭിക്കുന്നത്. സൃഷ്ടിയുടെ കാര്യത്തിലും ശ്രീമന്നാരായണന്റെ കലാവിരുത് അവർണ്ണനീയമാണ്. അത്ഭുതമായ വൈരുദ്ധ്യത്തെ താനെന്ന ഒരു നൂലിൽ കോർത്തെടുക്കുന്ന നാരായണ, അവിടത്തേക്ക് നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥന്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. രാധേ രാധേ. ജയ് ഗുരുജി.